ഇനി ഗസയിലേക്ക് പോകുമ്പോൾ ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാവി ചർച്ച ചെയ്യാൻ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ ഇന്ന് യോഗം ചേരും. ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം ഇന്ന് ഈജിപ്തിലേക്ക് തിരിക്കുകയും ചെയ്തു. ട്രംപ് ഭരണകൂടത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇസ്രായേൽ രണ്ടാം ഘട്ട ചർച്ചയിൽ സജീവമാകുന്നത്. വി കെ സുഹൈൽ തുടരുന്നുണ്ട്. സുഹൈൽ, ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ അത്തരം ചർച്ചകളിലേക്കൊക്കെ ഇസ്രായേൽ കടക്കുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. ആദ്യഘട്ടത്തോടെ ബന്ദിമോചനം സാധ്യമാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നുവെങ്കിൽ പോലും ഇനിയിപ്പോൾ ഒരു അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്നാണെങ്കിൽ പോലും ആ രണ്ടാം ഘട്ട ചർച്ചകളിലേക്കൊക്കെ കടക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണല്ലേ? ജിസി, തീർച്ചയായും കഴിഞ്ഞ 2-3 ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ഉണ്ടാകില്ല എന്ന് ഏകദേശം ഉറപ്പിച്ച അല്ലെങ്കിൽ ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോയ ദിവസങ്ങളാണ് കടന്നു പോയത്. അതിന് ഇപ്പോൾ ഒരു അറുതി വരികയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയോട് കൂടി 3 ബന്ദികളെ ഹമാസ് വിട്ടു നൽകി. അതിനുശേഷം അമേരിക്കൻ ഭരണകൂടം കടുത്ത സമ്മർദ്ദം നെതന്യാഹുവിന്മേൽ ചെലുത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ തന്നെ ഇസ്രായേലിലെത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഒപ്പം സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി, അദ്ദേഹം നെതന്യാഹുവുമായി സംസാരിച്ചു. ഖത്തറുമായും ഈജിപ്തുമായും സംസാരിച്ചു. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ ഇസ്രായേൽ തീരുമാനിക്കുന്നത്. നിർണായകമായ നീക്കങ്ങൾ ഇന്ന് നടക്കുകയാണ്. അതിലേറ്റവും പ്രധാനം ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റിൻ്റെ മീറ്റിംഗ് ഇന്ന് നടക്കുന്നു. എന്തായിരിക്കണം രണ്ടാം ഘട്ട ചർച്ചയിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള ഒരു രൂപരേഖ ഇന്നത്തെ മീറ്റിംഗിൽ ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഗസയിൽ നിന്നും ഇസ്രായേൽ സേന പൂർണ്ണമായും പിൻവാങ്ങണം എന്നാണ് കരട് ചർച്ചകളിൽ വന്നിട്ടുള്ള കാര്യം. അങ്ങനെയാണ് എങ്കിൽ അതിന് ഇസ്രായേൽ സന്നദ്ധമാകുമോ? അങ്ങനെ അതോടൊപ്പം തന്നെ ഗസയിൽ നിന്ന് ഹമാസ് പിന്മാറണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു നിലപാട്. ആ വിഷയത്തിൽ എങ്ങനെയായിരിക്കും ചർച്ചകൾ? ഇതെല്ലാം ഇന്നത്തെ സെക്യൂരിറ്റി ക്യാബിനറ്റ് മീറ്റിംഗിൽ വരും. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ ചർച്ചകൾക്ക് വേണ്ടി ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘത്തെ കൈറോയിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഖത്തറിനോടൊപ്പം തന്നെ ഈ മധ്യസ്ഥ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന മറ്റൊരു രാജ്യമാണ് ഈജിപ്ത്. ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോയിൽ ഇന്ന് പ്രധാനപ്പെട്ട മീറ്റിംഗ് നടക്കുകയാണ്. എങ്ങനെയാണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ എന്നതിനെക്കുറിച്ചുള്ള ആ ചർച്ചയിലേക്കും ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘത്തെ അയക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുകയാണ്.